നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺസുമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന്, തമാല, വേറൊരാള് തങ്കു, ഞങ്ങൾ 3 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീടിന്റെ അയൽവക്കക്കാരൊക്കെ കാണിച്ചു തരാന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പം ഇപ്പൊ മഴയൊന്നുമില്ല, എന്നാലും ധൈര്യത്തിന് ഒരു കൊടയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാണ്. മഴ പെയ്ത് മുറ്റൊക്കെ ആകെ നശകുശയായി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ പുറത്തേക്ക് ഒന്ന് പോവാണ്. അപ്പൊ നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണാം. തങ്കു എങ്ങോട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് അവ വരുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഗേറ്റ് ഇതാണ്. അപ്പോൾ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ, മഴ പെയ്തിട്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്, നമ്മളെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. കണ്ടോ, 2 ഭാഗത്തും ഒരുപാട് വീടുകളാണ്. പിന്നെ നമ്മൾ ഏകദേശം റോഡിൻ്റെ അടുത്തായിട്ട്, അതായത് റോഡ് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തങ്കുക്കോട്ടം കണ്ടില്ലേ, തമാലേൻ്റെ കൂടെ നടക്കുന്നുണ്ട്. തങ്കു ഓടിക്കോ. നമ്മളിതിലിങ്ങനെ പോവാണ്. നമ്മൾ നേരെ കാണുന്ന ഒരു വീടാണ്. ഇവിടെ എല്ലാ വീടുകൾക്കും വലിയ മതിലുകളൊക്കെ ഉണ്ട്. മുടി ബാജി തങ്കക്കൂട്ടം കട നടന്നു പോണ്. ഒരു കുഴപ്പമില്ല, തുള്ളിച്ചാടി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങി ഇവിടെയൊക്കെ കട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. കട്ട ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് കൂടുതലും ആൾക്കാർക്കുള്ളത്. ഒരുപാട് കട്ടകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേയൊക്കെ ഡാമേജ് ആയി പോയി. പിന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് ഇറങ്ങണേ കൊണ്ട് കുട്ടികളൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറേ കട്ടകളൊക്കെ ഡാമേജ് ആയി പോയി. ഇവിടെയൊക്കെ വീട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ഓരോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് വീടുകളാണ് കേട്ടോ. വീടിൻ്റെ ചുറ്റോടുള്ളത് ഒരുപാട് വീടുകളാണ്. എല്ലാ വീടുകൾക്കും എന്താ പറയുക, ഒരു 2 ആളടി ഉയരത്തിൽ മതിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവരങ്ങനെ മതിലിട്ടേക്കണമെന്ന് അറിയില്ല. ഇവിടെ കട്ട ബിസിനസ് എന്ന് വെച്ചാൽ ബ്രിക്സ് ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് ആയതുകൊണ്ടായിരിക്കാം. ഒരുപാട് ബ്രിക്സ് ഉണ്ട് ഇവിടെ. അപ്പം അതിന് വലിയ ചിലവോ വലിയ പൈസ ചിലവോ അല്ല. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ബാക്കിൽ ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ഫുള്ള് സോയാബീൻ കൃഷി ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ നിന്നും സോയാബീൻ കൃഷി ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഇത് വളർന്ന് വരുന്നേ ഉള്ളൂ. സോയാബീൻ്റെ ചെറിയ ചെറിയ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇത് മൊത്തം സോയാബീനാണ്. ഞാൻ ഒന്ന് സൂം ചെയ്ത് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സോയാബീൻ്റെ ചെറിയ ചെടി എന്ന് പറയുന്നത്. ഇനി വളർന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒക്കെ നിലത്തുനിന്ന് പൊന്തി ഒരു കുറച്ച് പ്രായമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് സോയാബീനാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. സോയാബീൻ, ഇവിടെ സോയാബീന്, അതേപോലെ സൂര്യകാന്തി, ഗ്രൗണ്ട് നട്ട്, മെയ്സ്, അങ്ങനെ ഒരുപാട് കൃഷികൾ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുക. പിന്നെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ഫുള്ള് മെയ്സ് നട്ടേക്കണം കേട്ടോ. മെയ്സൊക്കെ വലുതായി, ഇത്ര വലുപ്പമായി ഇതിൻ്റെ ചെടി, നല്ല കരുത്തിലുണ്ടായത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ മെയ്സിൻ്റെ ഏരിയ ആണ്, ഈ ഒരു ഏരിയ. ഈ ഭാഗത്ത് മെയ്സ് ആണെങ്കിൽ ഈ ഭാഗത്ത് സോയാബീന്. നമ്മളെ പഴയ വില്ലേജിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും കൂടുതലുണ്ടായിരുന്നത് എന്താണ്, കപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും മെയ്സ്, സോയാബീൻ, സൂര്യകാന്തി അങ്ങനത്തെ ഓരോ കൃഷികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വീടാണ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കങ്ങനെ പേടിക്കുന്ന സ്ഥലത്തൊന്നല്ല നമ്മൾ നിൽക്കുന്നത്. നല്ല സേഫ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള ഇടയിലാട്ടോ നമ്മളും താമസിക്കുന്നത്. ഇവിടെ കണ്ട ഈ വീടിന്റെ മുറ്റത്ത് തക്കാളിയൊക്കെ വിൽക്കാൻ വെച്ചാണ്ട് അവര് കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളിയാണ് അവര് വിൽക്കാൻ വെച്ചേക്കാണ്. ഈ വീട്ടിലെ ചേച്ചി നമ്മളോട് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ഈ ചേച്ചീൻ്റെ കൃഷിയിൽ നിന്ന് ഉണ്ടായ തക്കാളി ആയിട്ട് ഇവിടെ വീടിൻ്റെ മുന്നിൽ വിൽക്കാൻ വെച്ചേക്കുന്നത്. This area is good, but our home house they are just because of full of water, so I don't like that. But this area is good. Okay. It's very nice. This is near to road, main road. That's why. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡിൻ്റെ അടുത്തായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ തമാല പറയുന്നത് നമ്മളെ വീട്ടിൽ വെള്ളം കയറുന്നത് കൊണ്ട് വലിയൊരു ഗുഡ് എന്ന് പറയാനില്ല. പക്ഷേ ഇവിടെ കുഴപ്പമില്ല കേട്ടോ, അധികം വെള്ളം ചെളികളൊന്നുമില്ല. കൃഷികളാണ് ഇവിടെയൊക്കെ. വലിയൊരു നാരങ്ങേൻ്റെ മരം കേട്ടോ.
പിന്നെ ഇവിടെ ഈ മതിലിനോട് ചേർന്ന് ഇവരൊക്കെ കണ്ട ഇങ്ങനത്തെ ഷോപ്പ് ഉണ്ടാക്കണം മതിലിനോട് ചേർന്നിട്ട്. ഇതിപ്പോൾ ഒരു വീടിൻ്റെ മതിലാണ്, പക്ഷേ ഇതൊരു ഷോപ്പാണ്. ഇതിങ്ങനെ തുറക്കുന്നിട്ട് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇവർ സാധനങ്ങൾ വിൽക്കുക. പക്ഷെ ഇത് അടച്ചിട്ടേക്കാണെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ പുറത്തുള്ളത്. ശരിക്കും നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ വന്ന സമയം നവംബറിലാണ് വന്നത്. പിന്നെ അന്നേരം നമ്മളെ വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളായിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഈ മഴ പെയ്തു, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിൽ കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും നമ്മുടെ തങ്കുവിനെ കണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ. Muli baji. Tiri bina kaina. Tiri bina kaina. Tanggu. Oh. Tanggu ഇവിടെ ഒരു പട്ടീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് തുള്ളുന്നുണ്ടോ തങ്കു? തങ്കു ഡാ. ഓ ഓ ആ പട്ടി ഒന്ന് വരച്ചാൽ മതി, തങ്കു ഓടും കേട്ടോ. അതാണ് നമ്മുടെ തങ്കു. പക്ഷെ കാണുമ്പോൾ തങ്കു വലിയ എന്താ പറയുക കുറച്ച് ചാടാനൊക്കെ നിൽക്കെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ചുണ്ടാക്കിയാൽ തങ്കു ഓടും. നമ്മൾ വന്നത് ഈ ഒരു വഴിക്കാണ്. ഇവിടെ വലിയൊരു കാട് പോലത്തെ സ്ഥലം ഉണ്ട് കേട്ടോ. കാടല്ല, എന്തൊക്കെയൊക്കെയോ മരങ്ങളൊക്കെ കയറിങ്ങാണ്ട് വലിയൊരു കാട് പോലെ ആയതാണ്. ഗ്രേവിയർ. ഓ ഇത് കാടല്ല കേട്ടോ, ഇതാണ് ശവപ്പറമ്പാണ്. ഇത് ശവപ്പറമ്പാണ്, കാണാനൊന്നുമില്ല. ഇതിലൊരു ചെറിയ ചെറിയ പൂക്കളൊക്കെ ചാടി കിടക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിക്കാ തോന്നുന്നത് ശവപ്പറമ്പ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ നമ്മുടെ റോഡിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടയാളം പറഞ്ഞു കൊടുക്കാനുള്ള റാംസ് ഹോട്ടലിന്. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഹോട്ടലാണെന്ന് തോന്നും, പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ഹോട്ടലാണ്, മലാവിയൻസിൻ്റെ ഹോട്ടലാണ്. മലാവി ഫുഡ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അപ്പം ആ കാണുന്ന അത്രയും ഇതിന് ഈ രണ്ട് സൈഡും നമ്മൾ ശരിക്കും നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, രണ്ടും മതിലിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത്. അപ്പോൾ കണ്ടോ, ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. ആൾക്കാരൊക്കെ നടന്നു പോകണുണ്ടല്ലേ. ഈ നിലത്തൊക്കെ നല്ല ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു പൂവ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ പൂവാണ്. അത് കാണിച്ചു തരാം, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങേ അറ്റത്തൊരു ഇച്ചിരി പൂവുള്ളൂ കേട്ടോ, നല്ല നീല കളറാണ്. കണ്ടോ, എനിക്കിഷ്ടമാണ് ഈ പൂവിൻ്റെ കളറ്, ലാവൻഡർ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പം മെയിൻ റോഡിൻ്റെ അടുത്തെത്തി. നമുക്ക് അധികം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ മെയിൻ റോഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. തങ്കും തമാലയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ബാക്കിൽ ഇതാണ് ഹോട്ടൽ കേട്ടോ, മെയിൻ റോഡിൽ തന്നെയാണ്. ഇതാണ് മലാവിത്തെ ഹൈവേ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് നിങ്ങളെല്ലാവരും കാണിച്ച് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കടലാസ് റോസ ഉണ്ട്, അതായത് ബോഗൻവില്ല്. നമ്മൾ നാട്ടിൻപുറത്തുകാർ കടലാസ് റോസ എന്ന് പറയും, കുറച്ചും കൂടി ബെറ്ററായിട്ട് പറയുകയാണ് ബോഗൻവില്ല ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ഉണക്കമീനുണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഷോപ്പിൻ്റെ ഓണറൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു ചെറിയൊരു കമ്പ് പറിക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്ക് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ പൂവിടുന്ന ചെടിയാണ്. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കമ്പൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. കണ്ടോ, നല്ല അടിപൊളി പൂവല്ലേ, നല്ല കളറാണ്, നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു കളറാണ് കണ്ടോ. അപ്പം ഇതൊന്നൊരു കമ്പൊക്കെ പറിക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കണം. നമ്മൾ വന്ന വഴിന്ന് റൈറ്റിക്ക് പോയിട്ടുണ്ടെങ്കിലാണ് പൊണേല എന്ന് പറയുന്നത്. ആ കാണുന്ന സിറ്റിയാണ് പൊണേല സിറ്റി. കുറച്ചധികം നടക്കാനുണ്ട്. ഞാൻ മലാവിരാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോണത് മെയിൻ റോഡാണ്. അപ്പം ഞങ്ങൾ ചെടീൻ്റെ കമ്പൊക്കെ പറിച്ച് തിരിച്ച് പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റോടുള്ളത് കേട്ടോ. പക്ഷെ നല്ല സ്ഥലമാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ മാത്രം കുറച്ച് വെള്ളം കയറുന്നു, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തിരിച്ച് നമ്മൾ പിന്നെയും ഈ പാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് സോയാബീൻ്റെ പാടത്തിൻ്റെ അടുത്ത് അവിടെ കുട്ടികളൊക്കെ എന്തൊക്കെയോ പെറുക്കി നടക്കുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോൾ ഓടാൻ നോക്കണമൊക്കെ തങ്കുവിനെ കണ്ടുപിടുന്നു പിള്ളേര്. തങ്കു
അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള കാഴ്ചകൾ. ഇനിയും കുറച്ചുകൂടെ കാണാനുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഇന്ന് കുറച്ച് സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കണ്ടിരുന്നു. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ പരിസരം. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.